നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സുപ്രധാന ഘട്ടമായ വോട്ടെണ്ണൽ കാത്തിരിക്കെ കോഴിക്കോട് വെള്ളിമാടുകുന്ന് JDT ഇസ്ലാമിക് കോംപ്ലക്സിൽ സജ്ജീകരിച്ചിട്ടുള്ള വോട്ടിംഗ് മെഷീൻ കേന്ദ്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടെന്ന ആരോപണം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയാകുന്നു. സ്ട്രോങ് റൂം തുറന്നതിൽ അസ്വാഭാവികതയുണ്ടെന്നും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നും ആരോപിച്ച് UDF രംഗത്തെത്തിയതോടെ വിഷയം കൂടുതൽ ഗൗരവകരമായിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ 7 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്നത് വെള്ളിമാടുകുന്ന് JDTയിലെ സ്ട്രോങ് റൂമുകളിലാണ്. ഇന്ന് രാവിലെയാണ് വിവാദത്തിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. സ്ട്രോങ് റൂമിന് സമീപമുള്ള മുറി ഉദ്യോഗസ്ഥർ തുറന്നതാണ് UDF നേതാക്കളുടെ പ്രതിഷേധത്തിന് കാരണമായത്. UDF സ്ഥാനാർത്ഥി MK രാഘവൻ, DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നേതാക്കൾ സ്ഥലത്തെത്തി പ്രതിഷേധം രേഖപ്പെടുത്തി. സ്ട്രോങ് റൂമിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയുണ്ടായെന്നും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ മുൻകൂട്ടി കൃത്യമായി അറിയിക്കാതെ മുറികൾ തുറന്നത് ദുരൂഹമാണെന്നും അവർ ആരോപിച്ചു. സ്ട്രോങ് റൂമുകൾക്ക് സമീപം അനാവശ്യമായി ഉദ്യോഗസ്ഥർ പ്രവേശിക്കുന്നത് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം നടത്താനാണോ എന്ന് UDF നേതാക്കൾ സംശയിക്കുന്നു. കൂടാതെ മുറി തുറക്കുന്ന കാര്യം സ്ഥാനാർത്ഥികളെയോ ഏജന്റുമാരെയോ കൃത്യസമയത്ത് അറിയിച്ചില്ല. പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ പറഞ്ഞത് രാവിലെ 8 മണിക്ക് വിളിച്ച് 9 മണിക്ക് എത്താൻ ആവശ്യപ്പെട്ടുവെങ്കിലും താൻ എത്തുമ്പോഴേക്കും നടപടികൾ പൂർത്തിയായിരുന്നു എന്നാണ്. നിലവിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വിശ്വാസമില്ലെന്നും സ്ട്രോങ് റൂം സുരക്ഷയുടെ പൂർണ്ണ ചുമതല BSFനെ ഏൽപ്പിക്കണമെന്നും UDF ആവശ്യപ്പെട്ടു. സ്ട്രോങ് റൂമിന് തൊട്ടടുത്തുള്ള സ്പെയർ റൂം തുറന്നതിലും അങ്ങേയറ്റം ദുരൂഹതയുണ്ടെന്നും ഈ മുറി ഉടൻ മുദ്രവെക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വിവാദങ്ങൾ പുകയുന്നതിനിടെ വിശദീകരണവുമായി റിട്ടേണിംഗ് ഓഫീസറും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും രംഗത്തെത്തി. വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിട്ടുള്ള സ്ട്രോങ് റൂമുകൾ സുരക്ഷിതമാണെന്നും അവ തുറന്നിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റ് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന മെറ്റീരിയൽസ് റൂമാണ് തുറന്നതെന്നും പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് രേഖകളുടെ പരിശോധനയ്ക്കായിട്ടാണ് ഇത് ചെയ്തതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് മുറി തുറന്നതെന്നും ആശയക്കുഴപ്പം മൂലമാണ് പരാതി ഉയർന്നതെന്നും റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ പോലും വലിയ രാഷ്ട്രീയ പോരിലേക്ക് നയിക്കുന്ന കാഴ്ചയാണ് കോഴിക്കോട് കാണുന്നത്. വോട്ടെണ്ണൽ ദിനം അടുത്തിരിക്കെ വോട്ടിംഗ് മെഷീനുകളുടെ സുരക്ഷാ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അതീവ ജാഗ്രതയിലാണ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ആശയവിനിമയത്തിലെ പോരായ്മയാണ് പ്രശ്നം വഷളാക്കിയതെന്ന വിലയിരുത്തലുമുണ്ട്. UDF ഈ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഔദ്യോഗികമായി പരാതി നൽകാനും BSF കാവൽ ഉറപ്പാക്കാൻ സമ്മർദ്ദം ചെലുത്താനും അവർ നീക്കം നടത്തുന്നു. തിരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കേണ്ടത് ജനാധിപത്യ പ്രക്രിയയിൽ അത്യന്താപേക്ഷിതമാണ്. വെള്ളിമാടുകുന്നിലെ സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം കൂടുതൽ സുതാര്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഔദ്യോഗിക വിശദീകരണങ്ങളിൽ പൂർണ്ണ തൃപ്തരല്ലാത്ത പ്രതിപക്ഷം വോട്ടെണ്ണൽ ദിവസം വരെ സ്ട്രോങ് റൂമിന് പുറത്ത് കനത്ത ജാഗ്രത തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ ആശയവിനിമയ പിശക് പോലും എത്രത്തോളം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നതിന്റെ ഉദാഹരണമായി ഈ സംഭവം മാറിക്കഴിഞ്ഞു.